Good morning to all. Good morning, ma'am. Morning, ma'am. Okay, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഡയറ്ററി സർവീസ് ചാപ്റ്ററിൽ എടുത്തിട്ടിരുന്നേ. അതെ. എടുത്തു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡയറ്റ്സിന്റെ ലോ സോഡിയം ഡയറ്റ് വരെ. ലോ സോഡിയം ഡയറ്റ് വരെ എടുത്തു അല്ലെ? ഓക്കെ, എന്താണ് ഒരു കാർഡിയാക് ഡയറ്റ് എന്ന് പറഞ്ഞാല്? എന്താണ് ഒരു കാർഡിയാക് ഡയറ്റ്? ഹാർട്ട് ഹെൽത്തി ഡയറ്റ്. ഹാർട്ട് ഹെൽത്തി ഡയറ്റ് ആണ്. സോഡിയം, ഫാറ്റ്, കൊളസ്ട്രോൾ എല്ലാം റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡയറ്റ്. റെഡ്യൂസ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കണം അതിൽ ഉൾപ്പെടുത്തേണ്ടത്. നെക്സ്റ്റ്, റീനൽ ഡയറ്റ് എന്താ? എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഏത് ഓർഗനുമായി ബന്ധപ്പെട്ടതാണ് റീനൽ ഡയറ്റ്? ബന്ധപ്പെട്ടതാണ്. ഓക്കെ, കിഡ്നി ഡയറ്റ് എന്ന് കൂടി അറിയപ്പെടുന്നു. നെക്സ്റ്റ്, ലോ സോഡിയം ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഏത് പേഷ്യൻസിനാണ് ലോ സോഡിയം ഡയറ്റ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? ബ്ലഡ് പ്രഷർ, ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസിന് അല്ലെ? അപ്പൊ അത് മൂന്നെണ്ണമാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് വൺ എഴുതിക്കോ, സോഫ്റ്റ് ഡയറ്റ്. നോട്ട് എടുത്തോ കേട്ടോ. അതിന്റെ ജസ്റ്റ് ഓരോ പോയിന്റ്സ് എന്താണെന്നൊന്ന് എഴുതിയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നോട്ട്സ് എടുത്തോ. നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ ആണ് സോഫ്റ്റ് ഡയറ്റ്. സോഫ്റ്റ് ഡയറ്റ്. A soft food diet, a soft food diet എന്താണെന്നൊന്ന് ഇരിക്കോട്ടോ. A soft food diet refers to food. A soft food diet refers to food. A soft food diet refers to food that is soft in texture, that is soft in texture and easy to digest. That soft in texture and easy to digest. A soft food diet refers to food that is soft in texture and easy to digest. A soft food diet refers to food that is soft in texture and easy to digest. കിട്ടിയോ സോഫ്റ്റ് ഡയറ്റ് എന്താണെന്ന്? ഓക്കെ, അപ്പൊ സോഫ്റ്റ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കണം? വളരെ സോഫ്റ്റ് ഇൻ ടെക്സ്ചർ ആയിരിക്കണം. അതെ, വളരെ മൃദുവായിട്ടുള്ള ഭക്ഷണങ്ങളായിരിക്കണം. അതുപോലെ തന്നെ ഈസിലി ഡൈജസ്റ്റബിൾ ആയിരിക്കണം. പെട്ടെന്ന് ദഹിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറ്റ് ആണ്, ഫുഡ് ഡയറ്റ് ആണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സോഫ്റ്റ് ഡയറ്റ് ആർക്കൊക്കെയാണ് കൂടുതൽ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുക? ആരൊക്കെയാണ് ഈ സോഫ്റ്റ് ഡയറ്റ് പ്രധാനമായിട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾ? ഒന്ന് പറഞ്ഞു നോക്കിയേ നിങ്ങള്. ആർക്കൊക്കെയായിരിക്കും സോഫ്റ്റ് ഡയറ്റ്? അതായത് ഇത്തിരി പ്രായമായിട്ടുള്ള അല്ലെ, ബെഡ്ലിനായിട്ടുള്ള ആളുകൾ, അതായത് കുറച്ച് എന്താണ്, ഒട്ടും ഭക്ഷണമൊക്കെ പെട്ടെന്ന് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെ, പറ്റാതെ ചവച്ചരച്ച് കഴിക്കാൻ പറ്റാത്ത കണ്ടീഷനുള്ള ആളുകൾക്ക് സോഫ്റ്റ് ഡയറ്റ്സ് പ്രിഫർ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് പിന്നെ എന്താണ് പറഞ്ഞത്? അതായത് പോസ്റ്റ് ഓപ്പറേഷൻ, വെരി ഗുഡ് അല്ലെ, ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സർജറീസ് ഒക്കെ കഴിഞ്ഞവർക്കാണെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് ഡോക്ടേഴ്സ് പറയുന്നത് എന്തായിരിക്കും? വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാൽ മതി എന്ന് പറയും അല്ലെ. അപ്പൊ അവർക്ക് പെട്ടെന്ന് ദഹനമൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് സോഫ്റ്റ് ഡയറ്റ് പോലെയുള്ളവയാണ് പ്രിഫർ ചെയ്യാറ്. ഇനി മറ്റാർക്കെങ്കിലും ചെയ്യാറുണ്ടോ? അതെ, ഡൈജസ്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോബ്ലം ഉള്ളവർക്ക് അല്ലെങ്കിൽ വയറുമായി സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൈജഷനുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉള്ളവർക്കാണെങ്കിൽ സോഫ്റ്റ് ഡയറ്റ് ആണ് പ്രിഫർ ചെയ്യാറ്. പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്താറ് അല്ലെ. അപ്പൊ അതാണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഡയബറ്റിക് ഡയറ്റ്. ഫിഫ്ത് വൺ ആണ് ഡയബറ്റിക് ഡയറ്റ്. എഴുതിക്കോ, ഡയബറ്റിക് ഡയറ്റ്. Diabetic diet. A diabetic diet is a diet. A diabetic diet is a diet. Diabetic diet is a diet. Diabetic diet is a diet that is used by people. That is
used by people with diabetics. That is used by people with diabetics. That is used by people with diabetics. Diabetic diet is a diet that is used by people with diabetics. ശരിയോ? ഡയബറ്റിക് ഡയറ്റ് എന്താണ്? ഡയബറ്റിക്സ് അല്ലെങ്കിൽ പ്രമേഹമുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു ഡയറ്റ് ആണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയുള്ള ഭക്ഷണങ്ങളായിരിക്കും അവർ ഉൾപ്പെടുത്തേണ്ടത്? ഡയബറ്റിക്കിലെ പ്രമേഹമുള്ള രോഗികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഷുഗർ ഫ്രീ ആയിരിക്കണം അല്ലെ? വെരി ഗുഡ്. ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണങ്ങള്, അതുപോലെ ഷുഗർ കണ്ടന്റ് കുറവുള്ളതായിട്ടുള്ള, അതായത് ഷുഗർ കണ്ടന്റ് കുറവുള്ള ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം. ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തണം അല്ലെ അവരുടെ ഭക്ഷണത്തില്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള എന്താണ് അവരുടെ ആ ഒരു ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യാൻ, ബ്ലഡിൽ ഷുഗർ ലെവല് കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണക്രമം അല്ലെ, ലെസ്, അതെ, കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ലെസ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ഭക്ഷണക്രമമാണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കിയേ, ഹൈ പ്രോട്ടീൻ ഡയറ്റ്. സിക്സ്ത് വൺ ആണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്. അപ്പൊ ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്താണെന്ന് എഴുതിക്കോ. ഹൈ പ്രോട്ടീൻ ഡയറ്റ്, സിക്സ്ത് വൺ. ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഈസ് എ ഡയറ്റ്. ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഈസ് എ ഡയറ്റ്. ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഈസ് എ ഡയറ്റ് which contains food rich in proteins. A high protein diet is a diet which contains food, that is food rich in proteins, contains food rich in proteins, are beneficial for daily routines, are beneficial for daily routines. High protein diet is a diet which contains food rich in proteins, are beneficial for daily routines. കിട്ടിയോ? ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്താണ്? ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റില് ഉൾപ്പെടുത്തേണ്ട ഫുഡ് ഐറ്റംസ് എങ്ങനെയുള്ളതായിരിക്കണം? പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡയറ്റ് ആണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഹൈ പ്രോട്ടീൻ അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതേപോലെ പ്രധാനമായിട്ടും ഏത് മേഖലയിലുള്ളവർക്കാണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ്സ് നമ്മൾ റെഫർ ചെയ്യുക? ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഡയറ്റീഷ്യൻസ്, ജിമ്മില് അല്ലെ, ബോഡി ബിൽഡേഴ്സ്, ജിമ്മിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഹൈ പ്രോട്ടീൻ ഡയറ്റ്സ് അവരുടെ വെയിറ്റ് ലോസിനും അവരുടെ ആ മസിൽസിന്റെ ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ആരോഗ്യം ഹെൽത്ത് കണ്ടീഷൻ നിലനിർത്താനായിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലെ, സ്പോർട്സിലുള്ളവർക്ക്. അതുപോലെ എന്താ അവരുടെ ആ ഒരു ഡെയിലി റൊട്ടീൻസ്, അവരുടെ ആ ദിനം ഓരോ ദിവസവും അവർ ചെയ്യുന്ന ആ ഒരു എക്സസൈസ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ ഒരു പ്രവർത്തികള് അവരുടെ ആ ഒരു ദിനചര്യയില് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് അങ്ങനെയുള്ള നല്ല എനർജറ്റിക് ആയിട്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഹൈ റിച്ച് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് ആണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് സെവൻത് വൺ, ലിക്വിഡ് ഡയറ്റ്. സെവൻത് വൺ ആണ് ലിക്വിഡ് ഡയറ്റ്. ലിക്വിഡ് ഡയറ്റ്, ലിക്വിഡ് ഡയറ്റ്. അപ്പൊ എഴുതിക്കോ, a full liquid diet means a full liquid diet means a full liquid diet means a person eats a full liquid diet means a person eats no solid foods. A person eats no solid foods and only consumes liquids such as soups and juices. A
സൂപ്സ്, സൂപ്പ് കേട്ടിട്ടില്ലേ? സൂപ്സ്, സൂപ്സ് ആൻഡ് ജ്യൂസസ്. ഒന്നുകൂടി വായിക്കാം. A full liquid diet means a person eats no solid foods and only consumes liquids such as a soups or juices. കിട്ടിയോ ലിക്വിഡ് ഡയറ്റ് എന്താണെന്നുള്ളത്? അപ്പൊ ലിക്വിഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ പേരിൽ നിന്ന് തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ ഒരു ഫുള്ളി ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഭക്ഷണ ക്രമത്തില് എന്താണ് സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ ഖരപദാർത്ഥങ്ങളായിട്ടുള്ള ഒരു ഭക്ഷണ സാധനങ്ങളും ഉൾപ്പെടുന്നില്ല. എന്നാൽ അതിൽ എന്തുമാത്രമാണ് ഉൾപ്പെടുന്നത്? അവർ എന്താണ് കൺസ്യൂം ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ എന്താണ് കഴിക്കുന്നത്? അതിൽ ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും കഴിക്കുക. അതെന്തൊക്കെയാണ്? സൂപ്പുകളോ അല്ലെങ്കിൽ ജ്യൂസസ് പോലെയുള്ള ഐറ്റംസ് ആണ് എന്ത് ചെയ്യുക അവരുടെ ആ ഒരു ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ഭക്ഷണക്രമമാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡയറ്റ് പ്ലാൻ ആണ് ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലിക്വിഡ് ഡയറ്റ് അല്ലെങ്കിൽ വാട്ടർ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ദ്രാവകമായിട്ടുള്ള സൂപ്പുകളോ എന്താണ് ജ്യൂസസോ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ഡയറ്റ്, അങ്ങനെയുള്ള ഒരു ഡയറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആളുകൾ ആരൊക്കെയായിരിക്കും? സ്മൂത്തീസ്. അതെ, എന്താണ് ഭക്ഷണങ്ങള് ചവച്ചരച്ച് അല്ലെ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ആളുകളാണെങ്കിൽ അവർക്ക് ലിക്വിഡ് ഡയറ്റ്സ് ആണ്. നമ്മളിപ്പോ ട്യൂബുകളിലൂടെയൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് നമുക്ക് ഇങ്ങനെയുള്ള അല്ലെ ഭക്ഷണങ്ങൾ അരച്ച് അല്ലെങ്കിൽ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ട്യൂബ് എന്താണ് ഫ്ലൂയിഡ് പോലെ ആക്കിയിട്ട് കൊടുക്കാനേ സാധിക്കുള്ളൂ. അതുപോലെ എന്താണ് വയറുമായിട്ട് കുടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അസുഖങ്ങളുള്ളവർക്ക് എന്താണ് റേഡിയേഷൻസ്, ശരിയാണ്, റേഡിയേഷൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ള അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പൊ വെയിറ്റ് ലോസ് ചെയ്യുന്നവർ അല്ലെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരും ഇങ്ങനെയുള്ള ലിക്വിഡ് ഡയറ്റുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ 7 types ഓഫ് ഡയറ്റുകളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. എക്സാമ്പിൾസ് ആണ് അതിൽ. ഈ ഒരു 7 ടൈപ്പ് മാത്രമല്ല കേട്ടോ, ഒത്തിരി കൂടുതലുണ്ട് അതിൽ. 7 ടൈപ്പ് എക്സാമ്പിളുകൾ നമുക്ക് ജസ്റ്റ് പഠിക്കാൻ തന്നിരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ കാർഡിയാക് ഡയറ്റ്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു? ഹാർട്ട് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഡയറ്റ് ആണ്. റീനൽ ഡയറ്റ് ആണെങ്കിലോ കിഡ്നിയുടെ സംരക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഡയറ്റ് ആണ് അല്ലെ. അങ്ങനെയുള്ള ഭക്ഷണങ്ങളായിരിക്കണം ആ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. ലോ സോഡിയം ഡയറ്റ് ആണെങ്കിലോ സോഡിയം കുറവുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള, അതായത് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള പേഷ്യൻസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ഡയറ്റ് ആണ് ലോ സോഡിയം ഡയറ്റ് എന്ന് പറയുന്നത്. സോഫ്റ്റ് ഡയറ്റ് ആണെങ്കിലോ വളരെ സോഫ്റ്റിംഗ് ടെക്സ്ചർ ആയിട്ടുള്ള ഈസി ടു ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഡയറ്റ് ആണ് സോഫ്റ്റ് ഡയറ്റ് എന്ന് പറയുന്നത്. ഡയബറ്റിക് ഡയറ്റ് ഒക്കെ ഇതിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാലോ. ആര് യൂസ് ചെയ്യേണ്ട ഡയറ്റ് ആണ്? ഡയബറ്റിക് പേഷ്യൻസ് അല്ലെ, ഡയബറ്റിസ് ഉള്ള ആളുകൾ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഡയറ്റ് ആണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത്. ഇനി ഹൈ പ്രോട്ടീൻ ഡയറ്റ് ആണെങ്കിലോ ആ ഭക്ഷണങ്ങളിൽ എങ്ങനെയുള്ളതായിരിക്കും? പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് ആണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നത്. ഇനി ലിക്വിഡ് ഡയറ്റ് ആണെങ്കിൽ ഒരു ഫുള്ളി ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അവിടെ സോളിഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും അവർ കഴിക്കില്ല, മറിച്ച് അവർ കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ കഴിക്കുന്ന ഓൺലി ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും. അതായത് സൂപ്പുകളോ ജ്യൂസസ് പോലെയുള്ള ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും അവരുടെ ആ ഒരു ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ലിക്വിഡ് ഡയറ്റ് ആണ് ലിക്വിഡ് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 7 type ഓഫ് എക്സാമ്പിൾസ് മനസ്സിലായോ ഡയറ്റിന്റെ? ഡയബറ്റിക് ഡയറ്റ് ആണോ? ഡയബറ്റിക് ഡയറ്റ് എന്താണ്? ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ ഡയബറ്റിക് പേഷ്യൻസ് എന്ന് പറയുന്നത് പ്രമേഹ രോഗികൾ അല്ലെ. അതായത് ഷുഗറിന്റെ അളവ് അവരുടെ ബോഡിയിൽ കൂടുതലായിരിക്കും അങ്ങനെയുള്ള രോഗികൾക്ക്. അപ്പൊ അങ്ങനെയുള്ള ഡയറ്റില് എപ്പോഴും ഷുഗറിന്റെ അളവ് കുറവുള്ള ഭക്ഷണങ്ങൾ മാത്രമേ അവർക്ക് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിലോ അവരുടെ ആ ഒരു ബോഡിയിലെ നോർമൽ ഷുഗർ അളവ് എത്രയാണ് ഡയബറ്റിക് പേഷ്യൻസിന്റെ? നോർമൽ ആയിട്ടുള്ള നമ്മുടെ ബോഡിയിലാണെങ്കിലും നമ്മുടെ ബോഡിയിലെ നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഷുഗർ ലെവൽ എത്രയാണ്? എത്ര മുതൽ എത്ര വരെയാണ്? എത്ര മുതൽ എത്ര വരെയാ? ഒന്ന് പറഞ്ഞു നോക്കിയേ. 18 to 120 വരെ ഏകദേശം ഒരു നോർമൽ റേഞ്ച് ആണ് കേട്ടോ. അപ്പൊ ആ ഒരു റേഞ്ചില് എപ്പോഴും ഇവരുടെ ആ ഒരു ബോഡിയില് എന്ത് ചെയ്യണം? ഷുഗർ ലെവല്
നിൽക്കണം അല്ലെ. അപ്പൊ ആ ഒരു ഷുഗർ ലെവല് നോർമൽ ആയിട്ട് ആ ഒരു കണ്ടീഷനിൽ ഈ പേഷ്യൻസിന് നിൽക്കണമെങ്കിൽ അവരുടെ ഭക്ഷണം മരുന്നുകളോ മാത്രം പോരാ, അവരുടെ ഭക്ഷണത്തിനും കൂടി കുറച്ച് കൺട്രോൾ വേണം. അപ്പൊ അവര് ഫോളോ ചെയ്യുന്നതായിട്ടുള്ള ഡയറ്റ് ആണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പ്രമേഹമുള്ള രോഗികള് അവരുടെ ഭക്ഷണത്തിൽ എപ്പോഴും ഷുഗർ കണ്ടന്റ്, മധുരത്തിന്റെ അളവ് കുറവുള്ള രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കണം ഉൾപ്പെടുത്തേണ്ടത്. അതോടൊപ്പം തന്നെ ഫൈബർ കണ്ടന്റ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങളും അവരുടെ ആ ഒരു ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള അവർ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ ആണ്, അല്ലെങ്കിൽ ഭക്ഷണക്രമമാണ് ഡയബറ്റിക് ഡയറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. നെക്സ്റ്റ് വൺ ആണ് ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ. അതായത് ഇപ്പൊ നമ്മളെല്ലാ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമ്പോഴും അതിന്റെ ലൊക്കേഷനും ഡിസൈൻസും ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ ഇവിടെ ഡയബറ്റിക് നമ്മുടെ എന്താണ് ഡയറ്ററി സർവീസ്, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലൊക്കേഷനും ഡിസൈൻസും ഒക്കെ പഠിക്കാനുണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് 1-2 പോയിന്റ് മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ ഇതിൽ ഫസ്റ്റ് പോയിന്റ് നോക്കി, ഇറ്റ് ഈസ് ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ ദാറ്റ് ദിസ് ഡിപ്പാർട്ട്മെന്റ് പ്രിഫറബിളി ലൊക്കേറ്റഡ്. ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ ഈ ഒരു ഡയറ്ററി സർവീസസിന്റെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വരുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. എന്തുകൊണ്ടാണ്? കാരണം അവിടെ ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും അനുയോജ്യമായിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കാനും ആ ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യാനും ഒക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. എന്നാൽ ചില സമയത്ത് അത് വ്യത്യാസങ്ങൾ വരാം. ആ ഒരു ഹോസ്പിറ്റലിന്റെ സ്ഥലപരിമിതികളുമായി ബന്ധപ്പെട്ട് ഒത്തിരി സ്ഥലം അവർക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ വന്നതുകൊണ്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് ഇരിക്കാൻ സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ സെക്കൻഡ് ഫ്ലോറിലോ അല്ലെങ്കിൽ ചിലപ്പോൾ തേർഡ് ഫ്ലോറിലോ അങ്ങനെ ഫ്ലോറുകളിലോട്ട് നമുക്ക് മാറിയേക്കാം. എന്നാൽ കൂടി ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ലൊക്കേഷൻ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. നെക്സ്റ്റ് നോക്കി, ദ ഡിസൈൻ ആൻഡ് ദ ഫിസിക്കൽ ഫെസിലിറ്റീസ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഹാവ് ആൻ ഇമ്പോർട്ടൻസ് ഓൺ ദ സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസ്, ലേബർ കോസ്റ്റ് ആൻഡ് ദ മൊറൽ ഓഫ് എംപ്ലോയീസ്. ഇനി ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈൻ ആൻഡ് ഫിസിക്കൽ ഫെസിലിറ്റീസ്, അവിടുത്തെ രൂപകൽപ്പന, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, അതുപോലെ അവിടുത്തെ ഫിസിക്കൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഭൗതിക സൗകര്യങ്ങൾ, അവിടുത്തെ ആ ഒരു ഫിസിക്കൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഭൗതിക സൗകര്യങ്ങളൊക്കെ എന്ത് ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്? ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഹാവ് ആൻ ഇമ്പോർട്ടൻസ് ഓൺ ദ സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസ്. അവിടുത്തെ ആ ഒരു ഭക്ഷണവുമായി ബന്ധപ്പെട്ട സേവനം, അവിടുത്തെ ആ ഫുഡ് സർവീസുമായി ബന്ധപ്പെട്ട അവിടുത്തെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അവിടുത്തെ നിലവാരം, അതുപോലെ തന്നെ ലേബർ കോസ്റ്റുകൾ. എന്താണ് ലേബർ കോസ്റ്റുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ലേബേഴ്സ് ആരാണ്? തൊഴിലാളികൾ അല്ലെ. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ആ ഒരു ശമ്പളം അല്ലെങ്കിൽ അവരുടെ സാലറീസ്, അതുപോലെ തന്നെ ദ മൊറൽ ഓഫ് എംപ്ലോയീസ്. മൊറൽ എന്ന് പറഞ്ഞാൽ എന്താ? മനോവീര്യം, അല്ലെങ്കിൽ അവരുടെ ആ എംപ്ലോയീസിന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ എന്നുള്ളത് നമുക്ക് ഉദ്ദേശിക്കാം. അപ്പൊ ഇവിടെ ആ ഒരു ഏതൊരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈനും അതുപോലെ അവിടെയുള്ള എല്ലാ ഫെസിലിറ്റീസും അതൊക്കെ സൗകര്യങ്ങളും കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെ. ഇപ്പൊ നമ്മൾ വലിയൊരു ഹോട്ടലിൽ പോയി 5 സ്റ്റാർ ഹോട്ടലിലോ ഒരു സാധാ ഹോട്ടലിൽ പോകുന്നു വിചാരിക്കാം. അപ്പൊ 5 സ്റ്റാർ ഹോട്ടലില് അവിടുത്തെ ആ ഒരു ഭൗതിക സൗകര്യങ്ങൾ, ഫിസിക്കൽ ഫെസിലിറ്റീസും അതിന്റെ ഡിസൈനും എങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച്, നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞു നോക്കി. അവിടുത്തെ ആ ഒരു ഡിസൈൻ കാര്യങ്ങളും ഒരു 5 സ്റ്റാർ ഹോട്ടലിലെ നോക്കുമ്പോ അവിടുത്തെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും? അവിടെ ഫെസിലിറ്റീസും കാര്യങ്ങളും എങ്ങനെയായിരിക്കും? ഒന്ന് പറഞ്ഞു നോക്കൂ. വളരെ ലക്ഷറി ആയിരിക്കും അല്ലെ. വെരി ഗുഡ്, ലക്ഷറി ആണ്. അതുപോലെ തന്നെ കുറച്ച് വളരെ ബെറ്റർ നമുക്ക് എന്താണ് വളരെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും അല്ലെ. ഒത്തിരി പുതിയ മോഡേൺ ഫെസിലിറ്റീസ് ഒക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ ലേബർ അതെ ഹൈ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. വളരെ നല്ല ഉയർന്ന നിലവാരത്തിലായിരിക്കും അങ്ങനെ ഒരു എന്താണ് വലിയ 5 സ്റ്റാർ ഹോട്ടൽ പോലെയുള്ള ഹോട്ടൽസിൽ നമ്മൾ ചെന്നാല്. ഇനി അവിടുത്തെ ലേബർ ചാർജ് അല്ലെങ്കിൽ ലേബർ കോസ്റ്റുകൾ എങ്ങനെയായിരിക്കും? അവിടെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന വേതനം, അതിലല്ലെങ്കിൽ അവരുടെ സാലറീസ് എങ്ങനെയായിരിക്കും? ഒരു സാധാ ഹോസ്പിറ്റൽ, സാധാ ഒരു ഹോട്ടലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹൈ ആയിരിക്കും അല്ലെ. ഹൈ ആയിരിക്കും, വളരെ ഉയർന്നതായിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസിന്റെ ഒരു കോൺഫിഡൻസ് ലെവൽ എങ്ങനെയായിരിക്കും? അവരെങ്ങനെയായിരിക്കും? നല്ല സേവനങ്ങളായിരിക്കുമല്ലേ നമുക്ക് തരുന്നത്. അതുപോലെ അവരുടെ ആ ഒരു കോൺഫിഡൻസ് ലെവലും അവരുടെ ആ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലും ഒക്കെ അതിനനുസരിച്ച് കുറച്ചും കൂടി എന്താണ് ഹൈ ആയിരിക്കും അല്ലെ, വളരെ സ്റ്റാൻഡേർഡ് ആയിരിക്കും. അപ്പൊ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അവിടെ നൽകുന്ന നമുക്ക് അവിടെ കൊടുക്കുന്ന സേവനവും ഒരു സാധാ ഒരു ഹോട്ടലിൽ കൊടുക്കുന്ന സേവനവും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എപ്പോഴും അത് എങ്ങനെയാണ്
എങ്ങനെയാണ് ഒരു സാധാ ഹോട്ടലിൽ ചെന്നാൽ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഒന്നും കിട്ടിയെന്ന് വരില്ല, എല്ലാ സൗകര്യങ്ങളും ചിലപ്പോൾ ഉണ്ടായിരുന്നും വരില്ല. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ലേബേഴ്സ് അല്ലെങ്കിൽ തൊഴിലാളികളുടെ സാലറീസും ചിലപ്പോൾ അത്രയും ഉയർന്ന രീതിയിൽ കൊടുക്കാനായിട്ട് ഇവർക്ക് സാധിച്ചെന്ന് വരില്ല. അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയീസിന്റെ ആ ഒരു കോൺഫിഡൻസും അതുപോലെ അവിടെ നമുക്ക് തരുന്ന ആ ഒരു ഭക്ഷണവുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ഒക്കെ എന്തായിരിക്കും, അത്ര ഹൈ സ്റ്റാൻഡേർഡിലൊന്നും പോകാനായിട്ടുള്ള സാധ്യതയില്ല. അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ ഏതൊരു ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ഈ ഡയറ്ററി സർവീസ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഭൗതിക സൗകര്യങ്ങൾ എത്രത്തോളം ഉയരുന്നു, അതുപോലെ തന്നെ അവിടുത്തെ ആ ഒരു ഡിസൈൻ എങ്ങനെയാണ് നന്നാവുന്നത് എന്നതിന്റെ ബേസിസിൽ അതൊക്കെ നല്ല രീതിയിൽ ഉയർന്ന ലെവലിലാണ് അവിടുത്തെ ഭൗതിക സൗകര്യങ്ങൾ അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് അവിടുത്തെ ആ ഒരു ഫുഡ് സർവീസ് അല്ലെങ്കിൽ ഭക്ഷണം നൽകുന്ന ആ ഒരു സേവനത്തില് എന്താണ് അതിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നിലവാരം ഉയർന്നു വരും. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ പോസ്റ്റ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചിലവാകുന്ന ആ ഒരു തുക, ആ ഒരു ചിലവാവലും കൂടും. അതുപോലെ തന്നെ എന്താ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ ആ ഒരു കോൺഫിഡൻസ് ലെവലും കൂട്ടാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ അതെന്താണെന്നുള്ളത് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത് ഇവിടെ തന്നെയാണ്, ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. അത് ഇതിനു വേണ്ടിയിട്ടാണ്, കാരണം അവിടെ ഭക്ഷണങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതുപോലെ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അതിനൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ആണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈൻ അതുപോലെ തന്നെ അവിടുത്തെ ഫിസിക്കൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഭൗതിക സൗകര്യങ്ങളൊക്കെ ഉയർന്നു വരുന്നത് അല്ലെങ്കിൽ നല്ല മെച്ചപ്പെട്ട രീതിയിലാവുന്നതിനനുസരിച്ച് അവിടെ വർക്ക് ചെയ്യുന്ന ലേബേഴ്സ് അല്ലെങ്കിൽ തൊഴിലാളികളുടെ വേതനം അല്ലെങ്കിൽ സാലറി ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ അവിടെ കൊടുക്കുന്ന ആ ഒരു ഫുഡ് സർവീസ് അല്ലെങ്കിൽ ഫുഡ് സർവീസ് സേവനം, ഭക്ഷണവുമായി ബന്ധപ്പെട്ട സേവനങ്ങളുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ നിലവാരം ഉയരുന്നു. അതോടൊപ്പം തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് അല്ലെങ്കിൽ ജീവനക്കാരുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ മൊറൈൽ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത് കോൺഫിഡൻസ് ലെവൽ അല്ലെങ്കിൽ അവരുടെ മനോവീര്യം അതും ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അത് രണ്ടും തമ്മിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. കിട്ടിയോ? ലൊക്കേഷൻ ആൻഡ് ഡിസൈൻ എന്താണെന്ന് മനസ്സിലായോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോയിക്കോട്ടെ. നെക്സ്റ്റ് ആണ് സ്റ്റാഫിംഗ്. അതായത് നമ്മള് ബ്ലഡ് ബാങ്കിലൊക്കെ നമ്മൾ പഠിച്ചല്ലോ ഓർഗാനോഗ്രാം, അതുപോലെ തന്നെ ഇവിടെയും ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. അതായത് ഡയറ്ററി സർവീസ് അല്ലെങ്കിൽ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്റ്റാഫുകൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. അപ്പൊ അതിൽ ഫസ്റ്റ് നോക്കി, ഫസ്റ്റ് ഏറ്റവും ഹെഡ് ആയിട്ട് വരുന്നത് ആരാണ്? മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ്. നെക്സ്റ്റ് മെഡിക്കൽ സൂപ്രണ്ടന്റിന്റെ കീഴിലായിട്ട് വരുന്നതാണ് ചീഫ് ഡയറ്റീഷ്യൻ. അതിന് താഴെയായിട്ട് വരുന്ന ആളാണ് ഡയറ്റീഷ്യൻ. അതുപോലെ അതിന് താഴെ ഡയറ്റീഷ്യൻസ് കീഴിലായിട്ട് വരുന്ന ആളാണ് സൂപ്പർവൈസർ. ഇനി സൂപ്പർവൈസേഴ്സിന് കീഴിലായിട്ട് രണ്ട് ഗ്രൂപ്പ് വരുന്നുണ്ട്. ഒന്ന് കുക്ക്, നെക്സ്റ്റ് വൺ ആണ് ബെയറേഴ്സ്. ആരാണ് ബെയറേഴ്സ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബെയറേഴ്സ് നമ്മൾ വിളിക്കുന്നത് ഹോട്ടലിലൊക്കെ ചെല്ലുമ്പോ ബെയറേഴ്സ് നമ്മൾ വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ബെയറേഴ്സ്? ആരും കേട്ടിട്ടില്ല? ആരാണ് ബെയറേഴ്സ് എന്ന് പറയുന്നത്? സപ്ലയർ അല്ലെ? അതെ, ഫുഡ് സെർവ് ചെയ്യുന്ന ആളുകളാണ് ബെയറേഴ്സ്. അല്ലെങ്കിൽ ഫുഡ് ഡെലിവറി അല്ലെങ്കിൽ ഫുഡ് സപ്ലൈ ചെയ്യുന്ന ആളുകൾ, സെർവ് ചെയ്യുന്ന ആളുകളെയാണ് ബെയറേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ രണ്ട് ഗ്രൂപ്പായിട്ട് സൂപ്പർവൈസേഴ്സിന് കീഴിലായിട്ട് രണ്ട് ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. ഒന്ന് കുക്ക്, അവരുടെ കീഴിൽ വരുന്ന ആരാണ്? അസിസ്റ്റന്റ് കുക്ക് അല്ലെ? മെയിൻ ആയിട്ടുള്ള ഒരു കുക്ക് അല്ലെങ്കിൽ ഷെഫ് ഉണ്ടാവും. അവർക്ക് താഴെയായിട്ട് അവരെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് കുക്കുകൾ അല്ലെങ്കിൽ അസിസ്റ്റന്റ് കുക്സ് ഉണ്ടാവും. നെക്സ്റ്റ് ബെയറേഴ്സ് എന്ന് പറയുന്ന ആരാണ്? ഭക്ഷണം സപ്ലൈ അല്ലെങ്കിൽ ഭക്ഷണം സെർവ് ചെയ്യുന്ന ആളുകളാണ്. ഡെലിവറി ചെയ്യാൻ അല്ലെങ്കിൽ സെർവ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഹോട്ടലിൽ നിൽക്കുന്ന ആളുകളെയാണ് ബെയറേഴ്സ് എന്ന് പറയുന്നത്. ഈ ബെയറേഴ്സിന്റെ കീഴിൽ വരുന്ന ആളുകളാണ് ക്ലീനേഴ്സ് അല്ലെ? അപ്പൊ ഫുഡ് സെർവ് ചെയ്യാൻ അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ അല്ലെങ്കിൽ സപ്ലൈ ചെയ്യാനായിട്ട് ഒരാളുണ്ടാവും, അത് ബെയറേഴ്സ് ആണ്. ഇനി അത് അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് അവിടെ ക്ലീൻ ചെയ്യണമല്ലോ, ആ ഒരു ടേബിളും കാര്യങ്ങളും ആ ഒരു ഏരിയ മുഴുവൻ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ക്ലീനേഴ്സ് ഈ ബെയറേഴ്സിന് കീഴിലായിട്ട് ഉണ്ടാകും. അപ്പൊ എന്തൊക്കെയായിരുന്നു സ്റ്റാഫിങ്ങിന് പ്രധാനമായിട്ടും വന്നത്? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് വന്നു അല്ലെ? മെഡിക്കൽ സൂപ്പറിൻറ്റൻഡിന്റെ കീഴിലായിട്ട് ചീഫ് ഡയറ്റീഷ്യൻ, ചീഫ് ഡയറ്റീഷ്യന്റെ കീഴിലായിട്ട് വരുന്ന ആളാണ് ഡയറ്റീഷ്യൻ. ഡയറ്റീഷ്യന്റെ കീഴിലായിട്ട് വരുന്നതാണ് സൂപ്പർവൈസേഴ്സ്. സൂപ്പർവൈസേഴ്സ് രണ്ട് ഗ്രൂപ്പുകളായിട്ട് അവര് മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെയാണ്? കുക്കുകളും അതുപോലെ ബെയറേഴ്സും. കുക്കിന് കീഴിലായിട്ട് വരുന്നവരാണ് അസിസ്റ്റന്റ് കുക്കുകള്, ബെയറേഴ്സിന് കീഴിലായിട്ട് വരുന്നവരാണ് ക്ലീനേഴ്സ്. കിട്ടിയോ?
അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു അരമാർക്ക് ഇട്ട് തന്നെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അതിൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് അതിൽ ആ ഒരു എന്താണ് ആ ഒരു ഓർഡർ തെറ്റിച്ച് തരാറുണ്ട്. അതിൽ കറക്റ്റ് ഓർഡർ ചൂസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരെണ്ണം വിട്ടുപോയിട്ടാണ് സ്പേസ് ഇട്ട് തരും. ഏതെങ്കിലും ഇപ്പോ മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, അത് കഴിഞ്ഞ് ചീഫ് ഡയറ്റീഷ്യൻ കഴിഞ്ഞിട്ട് ഒരു അരമാർക്ക് ഇട്ട് ഒരു ഡാഷ് തന്നിട്ട് ബാക്കി 2 സൂപ്പർവൈസറോ കുക്കോ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ ആ ഡാഷ് തന്നിരിക്കുന്ന അവിടെ ഏതാണ് എന്നുള്ളത് ഫില്ല് ചെയ്യാനായിട്ടൊക്കെ ചൂസ് ചെയ്ത് എഴുതാനും കറക്റ്റ് വണ്ണം എഴുതാനായിട്ട് എനിക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ജസ്റ്റ് അത് ആ ഒരു ആരോ മാർക്ക് വെച്ച് തന്നെ ഓരോരുത്തരുടെയും കീഴിൽ ആരൊക്കെ വരുന്നു എന്നുള്ളത് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് റോൾ ഓഫ് ഡയറ്റീഷ്യൻസ്. ഡയറ്റീഷ്യൻസിന്റെ റോൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് 4 റോളാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ 4 റോൾസ്, റോൾ ഓഫ് ഡയറ്റീഷ്യൻസ് ആണ്. ഇത് വലിയ ചെറിയൊരു ചാപ്റ്റർ ആണ്, പക്ഷെ ഉള്ള പോയിന്റ്സ് കുറച്ച് നോട്ട് ചെയ്തിരിക്കുക. നെക്സ്റ്റ് നോക്കിയ റോൾ ഓഫ് ഡയറ്റീഷ്യൻസിൽ 4 എണ്ണമാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്, സെക്കൻഡ് വൺ ആണ് ഡയറ്റ് കൗൺസിലിംഗ്, തേർഡ് വൺ ആണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് ആൻഡ് ഫോർത്ത് വൺ ആണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. അപ്പൊ റോൾ ഓഫ് ഡയറ്റീഷ്യൻസിന്റെ 4 തിരിച്ചിരിക്കുന്നു. ഡയറ്റീഷ്യൻസിന്റെ റോള് ഏതൊക്കെ മേഖലയിൽ എന്തൊക്കെ റോളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അതിൽ 4 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. 4 എണ്ണത്തിനെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ നോക്കി ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആരാണ് ഇൻപേഷ്യൻസ്? ആരാണ്? പേരുകളിൽ നിന്ന് തന്നെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. നമ്മള് ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആരാ? അഡ്മിറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് അല്ലെ. വെരി ഗുഡ്. അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെന്റ് നടത്തുന്ന ആളുകളാണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള രോഗികളാണ് ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് കാറ്ററിംഗ്? എന്താണ് പ്രധാനമായിട്ടും ഭക്ഷണം ഉണ്ടാക്കുകയാണ് ചെയ്യുക അല്ലെ. അപ്പൊ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് അത് ആർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമായിരിക്കും? ഇൻപേഷ്യന്റ് കാറ്ററിംഗില് ആർക്ക് വേണ്ടിയുള്ള ഭക്ഷണമായിരിക്കും ഉണ്ടാക്കുക? ഒന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു പേരിൽ നിന്ന് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് കണക്ട് ചെയ്ത് പഠിച്ചേ. ഇംപേഷ്യൻസ്, പേഷ്യൻസിന് വേണ്ടിയിട്ട്. എങ്ങനെയുള്ള പേഷ്യൻസ് ആണ്? അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് വേണ്ടിയാണെങ്കിൽ ഇംപേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേരിൽ നിന്ന് തന്നെ കിട്ടുമല്ലോ. അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗിന്റെ റോളില് ആരുടെ റോള് വരുന്നത്? ഡയറ്റീഷ്യന്റെ റോള് വരുന്നത്. അപ്പൊ ആ ഒരു പേരിൽ നിന്ന് തന്നെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കണോണ്ട് അപ്പൊ മറന്നു പോകില്ല കേട്ടോ. അപ്പൊ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് നോക്കിയേ, ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് ടു ദ പേഷ്യൻസ് who are admitted in the hospitals. എവിടെയാണ്? ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്, അവിടെ അഡ്മിറ്റ് ആയെങ്കിൽ അവിടെ സ്റ്റേ ചെയ്ത് താമസിച്ചുകൊണ്ട് ചികിത്സ നേടുന്ന പേഷ്യൻസിന് എന്ത് ചെയ്യുക? ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ വരുന്നത്. Next one, okay, it should be a balanced diet that provides sufficient calories considering the type of underlying illness, any extra nutritional needs, and the normal food habits of patients in the state. ഇനി ഇവിടെ എന്താണ്? അവർക്ക് ഭക്ഷണം പ്രൊവൈഡ് ചെയ്യണം. എങ്ങനെയുള്ള പേഷ്യൻസിനാണ്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻപേഷ്യന്റ് കാറ്റഗറിയിൽ വരുന്നത്. ഇനി ഇവിടെ ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് എങ്ങനെയുള്ള ഭക്ഷണമായിരിക്കണം? സഫിഷ്യന്റ് കലോറീസ്, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കലോറീസും അടങ്ങിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരമായിരിക്കണം അവർക്ക് ഭക്ഷണമായിട്ട് നൽകേണ്ടത്. ഇനി അതെങ്ങനെയായിരിക്കണം ഒരു ബാലൻസ്ഡ് ഡയറ്റ്? അവർക്ക് ആവശ്യമായ എല്ലാ കലോറീസും അടങ്ങിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരമായിരിക്കണം അവർക്ക് നൽകേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അത് അങ്ങനെയുള്ള ഒരു സമീകൃത ആഹാരം അല്ലെങ്കിൽ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടാക്കുമ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നതായിട്ടുണ്ട്. അതായത് ആ രോഗിയുടെ അണ്ടർലൈൻ ഓഫ് ഇൽനെസ്, ടൈപ്പ് ഓഫ് അണ്ടർലൈൻ ഓഫ് ഇൽനെസ് എന്താണ്? അവരുടെ ആ ഒരു രോഗാവസ്ഥയുടെ തരം എന്താണ്? ഓരോ പേഷ്യൻസിന് വ്യത്യസ്തമായിരിക്കും അവരുടെ ആ ഒരു രോഗത്തിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഓരോ പേഷ്യൻസിന്റെയും രോഗാവസ്ഥ, അവരുടെ ആ ഒരു രോഗാവസ്ഥയുടെ തരം എങ്ങനെയാണ്? അതുപോലെ അവർക്ക് എന്തെങ്കിലും എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ് അല്ലെങ്കിൽ എക്സ്ട്രാ ന്യൂട്രീഷണൽ ആവശ്യകതകൾ ഉണ്ടോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. ആൻഡ് നോർമൽ ഫുഡ് ഹാബിറ്റ്സ് ഓഫ് പേഷ്യൻസ് ഇൻ ദ സ്റ്റേറ്റ്. അപ്പൊ നമ്മളിപ്പോ ഏത് സ്റ്റേറ്റിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്? ഓരോ സ്റ്റേറ്റുകൾക്കും അവരുടേതായിട്ടുള്ള ഒരു ഫുഡ് ഹാബിറ്റ് ഉണ്ടാവും അല്ലെ. ഇപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഫുഡ് ഹാബിറ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്?
നമ്മുടെ ഈ സ്റ്റേറ്റിലെ ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്തമായിരിക്കില്ലേ? നമ്മുടെ സ്റ്റേറ്റിലെ ഫുഡ് ഹാബിറ്റിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ഫുഡ് ഉണ്ടാവുമല്ലോ? എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞു നോക്കി. വെരി ഗുഡ്. റൈസ് അല്ലെ, അരി ആഹാരങ്ങളാണ് നമ്മൾ കൂടുതലും ഫോളോ ചെയ്യുന്നത്. അപ്പൊ അരിയുടെ ആഹാരങ്ങളായിരിക്കും നമ്മൾ മോർണിംഗിൽ കഴിക്കുന്നതായിക്കോട്ടെ, ഈവനിങ്ങിലും അല്ലെങ്കിൽ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാത്രിയിലും ഒക്കെ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കൂടുതലും ഉൾപ്പെടുന്ന പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ റൈസ് അല്ലെ, അരി ആഹാരങ്ങളാണ് കഴിക്കുക. എന്നാൽ ഒരു നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, അവരുടെ അങ്ങനത്തെ സ്റ്റേറ്റുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണത്തിൽ അവർ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്ന ഐറ്റംസ് എന്തൊക്കെയായിരിക്കും? മീറ്റ് ഒക്കെയാണ് അല്ലെ. വെരി ഗുഡ്. മീറ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. അപ്പൊ ഓരോ സ്റ്റേറ്റ്, ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരു ഭക്ഷണ രീതിയുണ്ട് അല്ലെ, നോർമൽ ഫുഡ് ഹാബിറ്റ്സ് ഉണ്ട്. നമ്മുടെ കേരളത്തിലുള്ള പോലെ ആയിരിക്കില്ല മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ. അപ്പൊ ആ പേഷ്യന്റ് വന്നിരിക്കുന്ന ഓരോ പേഷ്യന്റും അഡ്മിറ്റ് ആയിരിക്കുന്ന ആ പേഷ്യന്റ് ഏത് സ്റ്റേറ്റിലാണ്, ആ ഒരു സ്റ്റേറ്റിനനുസരിച്ച് അവരുടെ നോർമൽ ഫുഡ് ഹാബിറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളോട് കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം അവർക്ക് ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടാക്കി നൽകാനായിട്ട്. അല്ലാതെ നമ്മളിപ്പോ ഒരു കഴിക്കാത്തതായിട്ടുള്ള ഒരു ഭക്ഷണം അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് കഴിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളല്ല നമ്മുടെ ആ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതെങ്കിൽ അത് ആ ഒരു ഡയറ്റ് കഴിക്കാനായിട്ട് ആ പേഷ്യൻസിന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവരുടെ ആ ഒരു നോർമൽ ഫുഡ് ഹാബിറ്റ്, അവരുടെ ആ ഒരു സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട്, അവരുടെ ആ ഒരു സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് അവർ ജീവിക്കുന്ന ആ ഒരു നോർമൽ ഫുഡ് ഹാബിറ്റ് എന്താണ് എന്നുള്ളത് കൂടി കൺസിഡർ ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു ഡയറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ഭക്ഷണക്രമമായിരിക്കണം അവർക്ക് നൽകേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ എന്താ പറഞ്ഞത്? ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ നിങ്ങൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ വരുന്നത്. രണ്ടാമതായി പറഞ്ഞാൽ എന്താ? ഇനി കൊടുക്കുന്ന ആ ഒരു ഭക്ഷണം എങ്ങനെയുള്ള ഭക്ഷണമായിരിക്കും? ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരമായിരിക്കണം. സഫിഷ്യന്റ് ആയിട്ടുള്ള എല്ലാ കലോറീസും, ആവശ്യമായിട്ടുള്ള എല്ലാ കലോറീസും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരമാണ് നൽകേണ്ടത്. ഇനി അത് നൽകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ബാലൻസ്ഡ് ഡയറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത്? അവരുടെ ആ ഒരു രോഗത്തിന്റെ തരം എന്താണ്, രോഗാവസ്ഥയുടെ തരം എന്താണ്, അതുപോലെ എന്തെങ്കിലും എക്സ്ട്രാ ന്യൂട്രീഷൻ നീഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ന്യൂട്രീഷണൽ ആയിട്ടുള്ള ആവശ്യകതകൾ അവർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടോ, ന്യൂട്രീഷൻ പരമായിട്ടുള്ള വേറെ എന്തെങ്കിലും മറ്റു ആവശ്യകതകൾ അവർക്കുണ്ടോ എന്നുള്ളത് കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ അവരുടെ ആ ഒരു പേഷ്യന്റ് വന്നിരിക്കുന്ന സ്റ്റേറ്റിന്റെ അവരുടെ ഒരു നോർമൽ ഫുഡ് ഹാബിറ്റ് എന്താണ് എന്നുള്ളത് കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കണം പ്രിപ്പയർ ചെയ്യേണ്ടതും അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു ഭക്ഷണമായിരിക്കണം പ്രൊവൈഡ് ചെയ്യേണ്ടതും. കിട്ടിയോ? ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്താണെന്നുള്ളത് ക്ലിയർ ചെയ്ത് പോവാനാണ് ചോദിക്കുന്നത് കേട്ടോ. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് കിട്ടിയോ? ഓക്കെ. നെക്സ്റ്റ് വൺ ആണ് ഡയറ്റ് കൗൺസിലിംഗ്. ഡയറ്റ് കൗൺസിലിംഗ് ആർക്കൊക്കെ ഡയറ്റ് കൗൺസിലിംഗ് നൽകാം? ആർക്കൊക്കെ നൽകാം നമുക്ക് ഡയറ്റ് കൗൺസിലിംഗുകള്? ഏതൊരു വ്യക്തിക്കും നൽകാം അല്ലെ. അപ്പൊ ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പ്രധാനമായിട്ടും വരുന്നത് ഔട്ട് പേഷ്യൻസിന് വേണ്ടിയിട്ട്, അതായത് ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളാണ്. അപ്പൊ അവിടെ നമുക്ക് എന്താണ് ആ ഒരു ഡയറ്റ് കൗൺസിലിംഗ്? ഇപ്പൊ നമ്മൾ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ തരുന്നു, നമ്മൾ നേരെ എങ്ങനെയാ മറ്റെന്തെങ്കിലും രോഗവുമായിട്ട് ബന്ധപ്പെട്ടാണോ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്? അല്ലെങ്കിൽ ഡയറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഡയറ്റീഷ്യൻസിനെ കാണാനായിട്ട് പ്രധാനമായിട്ട് ഒരു പേഷ്യൻസ് പോകാറില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ഡയബറ്റിക് പേഷ്യൻസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ അവർ ഡയബറ്റിക് എന്തെങ്കിലും അവരുടെ ആ ഒരു പ്രമേഹത്തിന്റെ ആ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു ക്ലിനിഷ്യൻ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ കാണാനായിട്ട്, ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് പോയി ആ ഡോക്ടർ എന്ത് ചെയ്യും? അവരുടെ ഡയബറ്റിക് ലെവല്, അവരുടെ ഷുഗർ കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുകയും അതിനനുസരിച്ച് അവർക്ക് ഡയറ്റ് പ്ലാനുകൾ അവർക്ക് വേണമല്ലോ. അവരുടെ ആ ഒരു ലെവല് നോർമലിൽ നിന്ന് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു ഭക്ഷണക്രമം നിർബന്ധമായിട്ടും വേണ്ടതാണ്. കാരണം അവർ അങ്ങനെ ഫോളോ ചെയ്താൽ മാത്രമേ അവരുടെ ആ ഒരു നോർമൽ ലെവല്, അവരുടെ ആ ഒരു ബ്ലഡ് ഷുഗർ നിൽക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഡയറ്റീഷ്യൻസിന്റെ അടുത്തേക്ക് ആര് റെഫർ ചെയ്യും? ഇവരെ ഈ കണ്ടിരിക്കുന്ന ആ ഫിസിഷ്യൻ എന്ത് ചെയ്യും? ഇവരെ ആ ഒരു ഡയറ്റീഷ്യൻസിന്റെ അടുത്തേക്ക് റെഫർ ചെയ്യുന്നു. അങ്ങനെ ഡയറ്റീഷ്യൻസിന്റെ അടുത്തേക്ക് റെഫർ ചെയ്യുമ്പോൾ അവിടെ ഒരു ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി ഈ ഡയറ്റീഷ്യൻ എന്ത് ചെയ്യും? ആ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കിൽ ഇങ്ങനെ വരുന്ന പേഷ്യൻസിന് അവരുടെ ആ രോഗാവസ്ഥയും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് അതിനനുസരിച്ചുള്ള ഡയറ്റ് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്ത് നൽകുന്നു, ഡയറ്റ് പ്ലാനുകൾ ഉണ്ടാക്കി നൽകുന്നു. അത് അവരുടെ ഓരോ വ്യക്തിയുടെയും രോഗത്തിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് അതിനനുസരിച്ച്. ഇപ്പൊ നമ്മൾ ഒത്തിരി എക്സാമ്പിൾസ് ഡയറ്റിനെ പറ്റി ബന്ധപ്പെട്ട കുറെ എക്സാമ്പിൾസ് പഠിച്ചില്ലേ? അതിലേതെങ്കിലും ഒക്കെ ടൈപ്പ് എന്താണ് അവരുടെ ഓരോരുത്തരുടെയും രോഗാവസ്ഥയും അനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യുന്നു? ഡയറ്റ് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്ത് നൽകുന്നു. അതിനാവശ്യമായിട്ടുള്ള കൗൺസിലിങ്ങുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സേവനമാണ് ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ആരുടെ റോളിൽ വരുന്നതാണ്? ഡയറ്റീഷ്യന്റെ റോളിൽ വരുന്നതാണ് കേട്ടോ. അപ്പൊ ഡയറ്റീഷ്യൻ തന്നെയാണ്
ഇൻപേഷ്യൻ കാറ്ററിംഗിന്റെ നേതൃത്വം നൽകേണ്ടത്? ഡയറ്റീഷ്യൻ തന്നെയാണ് ഡയറ്റ് കൗൺസിലിംഗുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്ന എല്ലാം ഡയറ്റീഷ്യന്റെ റോളിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ നോക്കി എന്താണ് ഡയറ്റ് കൗൺസിലിംഗ് എന്നുള്ളത്? ക്യാൻ ബി ഗിവൺ ആസ് ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്സ്. ഔട്ട് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ഡയറ്റ് ക്ലിനിക്കുകളായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. When patients are referred by clinicians, dietitians to calculate their dietary needs in the view of the body weight, underlying disease, food habits, availability and acceptability of various food depends upon the economic condition of each patient. ഇവിടെ എന്താണ്? ഒരു ഡയറ്റ് കൗൺസിലിംഗ് പ്രൊവൈഡ് ചെയ്യാണ്. അതായത് അവരുടെ ആ ഒരു രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന് എങ്ങനെയാണ് ഒരു ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകളായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഔട്ട് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളത് ഡയറ്റ് കൗൺസിലിങ്ങുകളും ഇൻ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളത് എന്താ? ഇൻ പേഷ്യന്റ് കാറ്ററിംഗും ആണ് കേട്ടോ. അപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നോക്കി ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കുകൾ അതെങ്ങനെയാണ്? പേഷ്യൻസിനെ ആരെ റെഫർ ചെയ്യുന്നു? ഏതെങ്കിലും ഒരു ക്ലിനിഷ്യൻസ് പറയുന്ന ഫിസിഷ്യൻസ്, ആരെങ്കിലും ഡോക്ടേഴ്സ്, അവരെ കൺസൾട്ട് ചെയ്യുന്ന ആ ഒരു ഡോക്ടേഴ്സ് അവരുടെ രോഗാവസ്ഥയ്ക്ക് ഇങ്ങനെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? ഡയറ്റീഷ്യൻസിന്റെ അടുത്തേക്ക് റെഫർ ചെയ്യും അല്ലെ. അപ്പൊ റെഫർ ചെയ്ത് കഴിയുമ്പോൾ ആ ഡയറ്റീഷ്യൻ എന്ത് ചെയ്യണം? അവരുടെ രോഗത്തിന്റെ തരവും കാര്യങ്ങളും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് അവരുടെ ആ ഒരു ആവശ്യകതകൾക്കനുസരിച്ച് ഒരു ഡയറ്റ് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്ത് നൽകുക. ഇനി അവിടെ എന്തൊക്കെയാണ് നോക്കേണ്ടത് നോക്കി? ടു കാൽക്കുലേറ്റ് ദർ ഡയറ്ററി നീഡ്സ്. ഇനി അവരുടെ ആ ഒരു ഡയറ്ററി ഭക്ഷണവുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യകതകൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ നോക്കിയിരിക്കണം? ഇൻ വ്യൂ ഓഫ് ദ ബോഡി വെയിറ്റ്. വരുന്ന പേഷ്യന്റിന്റെ ബോഡി വെയിറ്റ് എങ്ങനെയാണെന്ന് നോക്കണം. അതുപോലെ തന്നെ അണ്ടർലൈൻ ഡിസീസ്, അവരുടെ ആ ഒരു അതെ BMI അല്ലെ, ബോഡി വെയിറ്റ്. അതുപോലെ എന്താണ് അണ്ടർലൈൻ ഡിസീസസ്, അവരുടെ ആ ഒരു രോഗാവസ്ഥ എന്താണെന്നത് കൺസിഡർ ചെയ്യണം. അതുപോലെ ഫുഡ് ഹാബിറ്റ്സ്, അവരുടെ നോർമൽ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ് എന്തൊക്കെയാണ്? അവൈലബിലിറ്റി, എന്താണ് അവൈലബിലിറ്റി ആൻഡ് അക്സെപ്റ്റബിലിറ്റി ഓഫ് വേരിയസ് ഫുഡ്സ് അല്ലെ. പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് വിപണിയിൽ അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് ആ അവൈലബിലിറ്റി, ഓരോ സാധനങ്ങളും നമുക്ക് ആ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഐറ്റംസ് ആണോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കും. അല്ലാതെ നമ്മൾ ആ ഡയറ്റ് ആണെങ്കിൽ അതും ഇതൊക്കെ എഴുതി വെച്ചു, എന്നാൽ അത് നമുക്ക് പെട്ടെന്ന് അവൈലബിൾ അല്ലാത്തൊരു ഐറ്റം ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് നമ്മുടെ ഈ ഒരു പ്ലാനിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവൈലബിൾ ആണോ, ഫുഡ് ഐറ്റംസ് ഉൾപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ആ ഫുഡ് ഐറ്റംസ് എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടോ? അതുപോലെ തന്നെ എന്താ അക്സെപ്റ്റബിലിറ്റി അല്ലെ. ചിലവർക്ക് എല്ലാ ഐറ്റംസും കഴിക്കാൻ പറ്റിയെന്നവരില്ല. അപ്പൊ ചിലപ്പോൾ അവരുടെ ആ ഒരു അലർജി പ്രശ്നമുള്ളവരാണെങ്കിൽ ചില ഫുഡ് ഐറ്റംസ് ഒന്നും അവർക്ക് ഇൻക്ലൂഡ് ചെയ്താൽ അവർക്ക് കഴിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ചിലവര് ചില സാധനങ്ങൾ എന്ത് ചെയ്യില്ല, കഴിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു അക്സെപ്റ്റബിലിറ്റിയും കൂടി നോക്കണം. അപ്പൊ ആ ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് അവർക്ക് അത് അക്സെപ്റ്റബിൾ ആണോ, സ്വീകാര്യമാണോ എന്നുള്ളത് കൂടി കൺസിഡർ ചെയ്യണം. ആൻഡ് മോസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ഈച്ച് പേഷ്യന്റ്. ഓരോ പേഷ്യന്റിന്റെയും സാമ്പത്തിക സ്ഥിതി, എക്കണോമിക് കണ്ടീഷൻ അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം ഒരു ഡയറ്റീഷ്യൻ ഇങ്ങനെയുള്ള ഒരു ഡയറ്റ് പ്ലാനുകൾ ഇവർക്ക് പ്രിപ്പയർ ചെയ്ത് നൽകാനായിട്ട്. കാരണം എന്താ, നമ്മൾ ഈ ഡയറ്റീഷ്യൻസ് വളരെ വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു വ്യക്തിക്ക് അത് ചിലപ്പോൾ അഫോർഡ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. ഒത്തിരി പ്രൈസ് കൊടുത്ത് മേടിക്കേണ്ടതായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അവർക്ക് അത് എല്ലാ ദിവസവും ആ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവരുടെ പേഷ്യൻസിന്റെയും കൂടി എക്കണോമിക് കണ്ടീഷൻ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതിയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് അവരുടെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ബോഡി വെയിറ്റ് കൺസിഡർ ചെയ്യണം, അതുപോലെ അവരുടെ രോഗാവസ്ഥ എന്താണെന്നുള്ളത് കൺസിഡർ ചെയ്യണം. ഫുഡ് ഹാബിറ്റ്സ്, നോർമൽ ആയിട്ടുള്ള അവരുടെ ഫുഡ് ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ ഓരോ ഫുഡ് ടൈപ്സും അവർക്ക് അക്സെപ്റ്റബിൾ ആണോ, അതുപോലെ എന്താ അവൈലബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുക. അവരുടെ ആ ഒരു എക്കണോമിക് കണ്ടീഷൻ, സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്ത് അതിനനുസരിച്ചുള്ള ഒരു ഡയറ്റ് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്ത് ഈ വരുന്ന പേഷ്യൻസിന് നൽകുക എന്നുള്ളതാണ് ഡയറ്റ് കൗൺസിലിംഗിൽ പറയുന്നത്. നെക്സ്റ്റ് നോക്കി, പേഷ്യൻസ് ആർ യൂഷ്വലി ഗിവൺ എ ഡയറ്റ് അല്ലെ. പേഷ്യൻസിന് എന്ത് ചെയ്യും, ഇങ്ങനെ ഡയറ്റ് പ്ലാനുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഡയറ്റീഷ്യൻസ് ഒരു ഡയറ്റ് പ്ലാനുകൾ അവരുടെ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുക്കും. പ്രിപ്പയർ ചെയ്ത് കൊടുത്തല്ലോ, ആ ഡയറ്റ് അവർ ഇങ്ങനെയായിരിക്കണം, കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം, എന്നാലല്ലേ അവർക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ കറക്റ്റ് ആയിട്ട് അങ്ങനെ ഡയറ്റുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ to be followed by them along with certain foods either to be discarded or to be preferred
അല്ലേ? അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി നമ്മൾ ബെറ്റർ ആവാൻ വേണ്ടിയിട്ടല്ലേ നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഈ ഡയറ്റീഷ്യൻസ് ഇങ്ങനെ ഡയറ്റ് കൗൺസിലിങ്ങുകളുടെ അല്ലെങ്കിൽ ആ ഒരു ക്ലിനിക്കിൽ വരുന്നതുമായി ബന്ധപ്പെട്ട പേഷ്യൻസിന് ഇത്രയും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ഡയറ്റ് പ്ലാൻ പ്രിപ്പയർ ചെയ്ത് നൽകും. ആ ഡയറ്റ് പ്ലാൻ കറക്റ്റ് ആയിട്ട് അവർ ഫോളോ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് അതിന്റെ ഒരു ഹെൽത്തിൽ അതിനുള്ള ബെനിഫിറ്റ്സ് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അവര് ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ആ ഒരു ഡയറ്റ് പ്ലാനില് ചില ഫുഡ് ഐറ്റംസ് അവർ എന്ത് ചെയ്യേണ്ടി വരും? either to be discarded. ചില ഫുഡ് ഐറ്റംസ് എന്ത് ചെയ്യണം? ചിലത് എന്ത് ചെയ്യണം? ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പൊ ചില ഐറ്റംസ് ഓർ ടു ബി പ്രിഫേർഡ്, ചിലത് എന്ത് ചെയ്യണം? മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെ ഉൾപ്പെടുത്തേണ്ടതായിട്ടും വരും, ഇല്ലേ? അപ്പൊ നമുക്കാണെങ്കിലും കുറെ ഐറ്റംസ് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് നമ്മുടെ ഒരു രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നമുക്ക് കഴിക്കേണ്ടതായിട്ട് അല്ല ആ ഒരു ഡയറ്റ് പ്ലാനിൽ അത് ഉണ്ടായിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഇഷ്ടമാണെങ്കിൽ പോലും നമുക്കത് ഹെൽത്തി അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഈ ഡയറ്റ് പ്ലാനിൽ നമുക്ക് ഇഷ്ടമുള്ള കുറെ ഐറ്റംസ് ഉണ്ടെങ്കിൽ പോലും, ഇപ്പൊ ഷുഗർ ആയിട്ടുള്ള ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് മധുരം ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കും. എന്നാൽ പോലും അവരുടെ ഒരു ഡയറ്റ് പ്ലാൻ വെച്ചിട്ട് അവർക്ക് മധുരം ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും, അല്ലെ? അപ്പൊ അതുപോലെ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ആ പേഷ്യന്റ് നൽകുന്ന ഡയറ്റ് പ്ലാൻ എന്താണോ അത് അവർ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ആ ഫോളോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ചില ഭക്ഷണ സാധനങ്ങൾ അവർ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അവർക്ക് കഴിക്കാൻ പറ്റില്ല, അവർ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. നെക്സ്റ്റ്, ചില സംഭവങ്ങൾ അവർക്ക് ഇഷ്ടമല്ല എങ്കിൽ പോലും അവര് മുൻഗണന കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരാം. കിട്ടിയോ? അപ്പൊ ഡയറ്റ് കൗൺസിലിംഗ് എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തിടാ കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എന്താണ് എക്സ്പാൻഡ് ആയ, അല്ലെ? നമ്മുടെ ഒരു വീടുകളിലോ അല്ലെങ്കിൽ നമ്മളൊരു ചെറിയൊരു കാര്യങ്ങളൊന്നും അല്ല, കുറച്ചും കൂടി എക്സ്പാൻഡ് ആയ, അല്ലെ? കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോ അപ്പൊ ഇവിടെ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്താ പറയുന്നത്? കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറഞ്ഞ പേര് കേട്ടാൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന കാര്യം, ക്യാൻറ്റീനുകൾ കണ്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻസ് കണ്ടിട്ടുണ്ടോ? എല്ലാവരും കാണാത്തവരുണ്ടോ? ക്യാൻറ്റീൻസ് കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൊമേഴ്ഷ്യൽ കാറ്ററിംഗില് വരുമ്പോ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടതായിട്ടുള്ള ഒരു പിക്ചർ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻസിന്റെയാണ് കേട്ടോ. അപ്പൊ ഈ ക്യാൻറ്റീൻസ് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്യാൻറ്റീൻസ് ഉള്ളത്? ഹോസ്പിറ്റലിൽ ഒരു ക്യാൻറ്റീൻ ഉണ്ടാവുമല്ലോ, അത് ആർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്? വിസിറ്റേഴ്സിന്. വെരി ഗുഡ്. വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകർക്ക് നമുക്ക് ഭക്ഷണം, നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാം, അല്ലെ? ഇൻപേഷ്യൻസിന് കൂടുതലും ഇൻപേഷ്യൻസിന് ക്യാൻറ്റീൻസ് കൊടുക്കാറില്ല കേട്ടോ, സ്റ്റാഫുകൾക്ക്. വെരി ഗുഡ്, സ്റ്റാഫുകൾക്ക്. പിന്നെ ഔട്ട്സൈഡിൽ നിന്ന് വരുന്ന ഔട്ട് പേഷ്യൻസിനും കിട്ടും. അപ്പൊ പ്രധാനമായിട്ടും ഈ ഒരു സ്റ്റാഫ് ക്യാൻറ്റീൻ എന്നാണ് അറിയപ്പെടുന്നത്. ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ക്യാൻറ്റീൻ തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ കൊമേഴ്ഷ്യൽ ക്യാൻറ്റീനിൽ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ടതായിട്ടുള്ള കാര്യം, അവിടെ വരുന്നത് എന്താണ്? സ്റ്റാഫ് ക്യാൻറ്റീൻസ് ആണ്. പ്രധാനമായിട്ടും ഒരു ക്യാൻറ്റീൻ ഇവിടെ വെച്ചിരിക്കുന്നത് അവിടെ വരുന്ന സ്റ്റാഫുകൾ, അവിടെ ഉള്ള സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകർക്കും പ്രധാനമായിട്ടും അവർക്കാണ് ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള ഇൻപേഷ്യൻസിനാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇൻപേഷ്യൻ കാറ്റഗറി എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഹോസ്പിറ്റലിൽ പുറത്തുനിന്ന് വരുന്ന അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സ് ആയിട്ട് വരുന്ന എല്ലാവർക്കും എന്ത് ചെയ്യാം? ഈ സ്റ്റാഫ് ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റാഫ് ക്യാൻറ്റീൻസ് ആണ് കൊമേഴ്ഷ്യൽ കാറ്റഗറിയിൽ വരുന്നത്. നോക്കിയേ, സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻസ്. സ്റ്റാഫ് ക്യാൻറ്റീൻസിന്റെ ഫോമിലുള്ള സേവനമാണ് ഇവിടെ നൽകുന്നത്. പ്രൊവിഷൻ ഓഫ് മീൽസ്. അവിടെ എന്തൊക്കെയാ ഭക്ഷണങ്ങൾ ഉണ്ടാവുക? എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാവും ആ സ്റ്റാഫ് ക്യാൻറ്റീൻസില്? ഓർത്ത് നോക്കിയേ, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് സ്റ്റാഫ് ക്യാൻറ്റീനിൽ അവർ പ്രൊവൈഡ് ചെയ്യാം? ടീ കൊടുക്കുന്നുണ്ട്, അല്ലെ? ചായ ഉണ്ടാവും, അതുപോലെ കോഫി, അല്ലെ, കാപ്പി ഉണ്ടാവും, പിന്നെ സ്നാക്സ് ഉണ്ടാവും, ഉച്ചഭക്ഷണങ്ങൾ കൊടുക്കില്ലേ? മീൽസ് കൊടുക്കില്ലേ? ഉച്ചഭക്ഷണങ്ങള്. അതുപോലെ എന്തൊക്കെയാ വേറെ? എന്താ? കോൾഡ് ഡ്രിങ്ക്സ് ഉണ്ടാവും. അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാവും, അല്ലെ? സാധാരണ നമ്മളൊരു ഹോട്ടലിൽ ചെന്നാല് അല്ലെങ്കിൽ നമ്മളൊരു ചായക്കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന പോലത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ എവിടെയും കിട്ടാം. അപ്പൊ അവിടെ സ്റ്റാഫ് ക്യാൻറ്റീനിലും പ്രധാനമായിട്ടും എന്തൊക്കെയാ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കിയേ? പ്രൊവിഷൻ ഓഫ് മീൽസ്, അല്ലെ? ഉച്ചഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ ടീ, അല്ലെ? ചായ, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് പോലെ മുതലായവ എല്ലാം ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
നെക്സ്റ്റ് നോക്കിയേ, ചീപ്പർ ദാൻ പോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്. അങ്ങനെയാണോ? ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടി, അതായത് എന്താണ്, ഒരു പുറമേ ഉള്ള ഒരു ഹോട്ടലിലെ നമ്മുടെ ഈ ഒരു ക്യാൻറ്റീനിൽ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് എങ്ങനെയായിരിക്കും? അതിന്റെ ആ ഒരു പ്രൈസ് ഡിഫറൻസ് എങ്ങനെയായിരിക്കും? ക്യാൻറ്റീനിൽ എങ്ങനെയായിരിക്കും പ്രൈസ്? ചീപ്പർ ആയിരിക്കും അല്ലെ, കുറവായിരിക്കും. അപ്പൊ അത് തന്നെ എവിടെയും പറയുന്നത്, ഇത് പുറമേ ഒരു പ്രൈവറ്റ് പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഹോട്ടലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്യാൻറ്റീനില് പൈസ കുറവായിരിക്കും, അത് ചീപ്പർ ആയിരിക്കും. ഫുഡ് ഐറ്റംസിന്റെയൊക്കെ വിലകൾ എന്ന് പറയുന്നത് ചീപ്പർ ആയിരിക്കും. നെക്സ്റ്റ് നോക്കിയേ, അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ്. അവിടെയുള്ള ആ ഒരു ഭക്ഷണ സേവനത്തിന്റെ ആ ഒരു ഫുഡ് സർവീസിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരം, നല്ല രീതിയിലുള്ള ഗുണനിലവാരത്തിലുള്ള ഭക്ഷണമായിരിക്കണം കൊടുക്കേണ്ടത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുമ്പോൾ അതിന് മുൻപ് അല്ലെങ്കിൽ ആ ഒരു ഭക്ഷണത്തിനുമായി ബന്ധപ്പെട്ട സേവനങ്ങളുടെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണമേന്മ എപ്പോഴും കൺട്രോൾ ചെയ്യാൻ നിയന്ത്രിക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് അഡ്മിനിസ്ട്രേഷൻ ആണ്. നെക്സ്റ്റ് വൺ നോക്കിയേ, സർവീസ് ക്യാൻ ബി ഗിവൺ ടു. ഈ ഒരു സേവനം ആർക്കൊക്കെ വേണ്ടിയിട്ടാണ്? സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ടും അറ്റൻഡൻസ് ഓർ വിസിറ്റേഴ്സ്, അവിടെ വരുന്ന സന്ദർശകർക്ക് അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിനും കൂടി ആയിട്ടാണ് ഈ ഒരു സേവനം പ്രധാനമായിട്ടും ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്തൊക്കെയാണ് പറയുന്നത്? സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് കാൻഡീഡ്സിന്റെ ഫോമിലുള്ള ഒരു സേവനമാണ്. ഇനി ഇവിടെ എന്തൊക്കെ ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? മീൽസ് കൊടുക്കുന്നുണ്ട്, ടീ കൊടുക്കുന്നുണ്ട്, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് മുതലായവ. നെക്സ്റ്റ് നോക്കി, ഒരു പ്രൈവറ്റ് പാർട്ടീസ് നടത്തുന്നതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ എന്താണ്? ആ പ്രൈസിന്റെ കുറവായിരിക്കും അല്ലെങ്കിൽ വളരെ ചീപ്പാണ് ക്യാൻറ്റീൻസിലുള്ള ഭക്ഷണങ്ങളുടെ വില എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇതിന്റെ ആ ഒരു ക്വാളിറ്റി അല്ലെ, അവിടെ ആ ഒരു കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് അല്ലെങ്കിൽ സ്റ്റാഫ് ക്യാൻറ്റീനിന്റെ ആ ഒരു നേതൃത്വം അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന ആ ഒരു ഭക്ഷണവുമായി ബന്ധപ്പെട്ട സേവനത്തിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഗുണമേന്മയിലുള്ള നിയന്ത്രണം ആരാണ് കൺട്രോൾ ചെയ്യേണ്ടത്? അഡ്മിനിസ്ട്രേഷൻ ആണ് അത് നിയന്ത്രിക്കേണ്ടത്. നെക്സ്റ്റ് വൺ എന്താ പറഞ്ഞ, ഈ ഒരു സർവീസ് ആർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഹോസ്പിറ്റലിൽ വെച്ചിരിക്കുന്നത്? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ അറ്റൻഡൻസ് അല്ലെങ്കിൽ വിസിറ്റേഴ്സ്, അവിടെ വരുന്ന സന്ദർശകർക്കും ഔട്ട്സൈഡേഴ്സ് ആയിട്ടുള്ളവർക്കും ഒക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു സേവനം നൽകുന്നത്. നെക്സ്റ്റ് വൺ നോക്കിയേ, ഹോസ്പിറ്റൽസ് ക്യാൻ ഹാവ് മൊബൈൽ ഓർ വെൻഡിംഗ് മെഷീൻസ് ഇൻ സർട്ടൻ ലൊക്കേഷൻസ് ലൈക്ക് OPD, കാഷ്വാലിറ്റി ബ്ലോക്ക് എക്സെട്ര. ഇനി OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കാഷ്വാലിറ്റി ബ്ലോക്ക്, അവിടെ കുറച്ച് തിരക്കുള്ള ഏരിയാസ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസിൽ അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനുമായി ബന്ധപ്പെട്ട് മൊബൈൽ അല്ലെങ്കിൽ വെൻഡിംഗ് മെഷീൻസ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഹോസ്പിറ്റലിലെ വെൻഡിംഗ് മെഷീൻസ്. എന്താണ് വെൻഡിംഗ് മെഷീൻസ് എന്ന് പറയുന്നത്? കണ്ടിട്ടുണ്ടോ? ഇപ്പൊ നമുക്ക് ഈ ഫിൽറ്റർ കോഫി പോലെയുള്ള സ്നാക്സ് എന്തെങ്കിലും ഒക്കെ കിട്ടാനായിട്ട് കഫേ ആണ്, പക്ഷെ വെൻഡിംഗ് മെഷീൻസ് എന്ന് പറയുന്നത് ഇതൊരു മെഷീൻ ആണ്. അവിടെ ഇങ്ങനെ ബില്ല് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾക്ക് എടുത്തു തരാനോ ഒന്നും ആരും ഉണ്ടാവില്ല. അത് ആ ജസ്റ്റ് അതിന് മോണിറ്റർ സ്ക്രീൻ ഒക്കെ ഉണ്ടാവും. അതിൽ നമ്മൾ എന്താണെന്ന് വേണ്ടത് അത് ഇലക്ട്രോണിക് മെഷീൻസ് ആണ്. അപ്പൊ അതെന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാൻഡ്സോ ടീയോ കോഫി അങ്ങനെ പോലെയുള്ള എന്ത് ഐറ്റംസും നമുക്ക് അവിടെ ലിസ്റ്റ് ഉണ്ടാവും. അതിൽ സെലക്ട് ചെയ്യുക, അതിൽ സെലക്ട് ചെയ്ത് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് വരാനായിട്ടുള്ള ഒരു ഓപ്പണിംഗ് സൈറ്റ് ഉണ്ടാവും. ആ ഓപ്പണിംഗിൽ നിന്ന് നമുക്ക് അത് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ബില്ലിംഗ് കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ എടുത്തു തരാനൊന്നും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരാള് അവിടെ നിൽപ്പുണ്ടാവില്ല. എല്ലാം മെഷീൻ തന്നെയായിരിക്കും. ഇതൊരു ഓട്ടോമാറ്റിക് ഇലക്ട്രോണിക് മെഷീൻ ആണ്. അപ്പൊ എന്താണ് വെൻഡിംഗ് മെഷീൻ എന്നൊന്ന് ജസ്റ്റ് എഴുതി വെച്ചോട്ടോ. ഇപ്പൊ പറയുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ പിന്നീട് വായിച്ചു നോക്കുമ്പോൾ ഓർമ്മ കിട്ടിയെന്ന് വരില്ല. അപ്പൊ വെൻഡിംഗ് മെഷീൻ എന്ന് എന്താണെന്ന് എഴുതി വെച്ചോ. വെൻഡിംഗ് മെഷീൻ, എ വെൻഡിംഗ് മെഷീൻ is an automated machine. A vending machine is an automated machine. A vending machine is an automated machine that dispenses. A vending machine is an automated machine that dispenses items such as snacks, that dispenses items such as snacks, tea, coffee, etc. A vending machine is an automated machine that dispenses items such as snacks, tea, coffee, etc. to consumers. വാങ്ങിക്കുന്ന ആളാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. To consumers after
cash are inserted into the machine. After cash are inserted into the machine. ഒന്നുകൂടി വായിക്കാം. വെൻഡിങ് മെഷീൻ എന്താണെന്നൊന്ന് ഇരിക്കോട്ടോ, നോക്കിക്കോ കിട്ടാത്തവരുണ്ടെങ്കിൽ. A vending machine is an automated machine that dispenses items such as snacks, tea, coffee, etc. to consumers after cash are inserted into the machine. വലിയ വലിയ ഹോസ്പിറ്റലുകളാണ് കേട്ടോ കൂടുതലായിട്ടും ഇങ്ങനെയുള്ള വെൻഡിങ് മെഷീൻസ് ഒക്കെ. വളരെ സാധാരണ ചെറിയ ഹോസ്പിറ്റലൊന്നും അവരെ കാണാറില്ല. വലിയ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോ ക്യാൻറ്റീനിൽ പോയി കഴിക്കാനുള്ള സമയം ഇല്ലാതെ വരുമ്പോഴോ അല്ലെങ്കിൽ അവിടെ ഒത്തിരി കുറച്ചുകൂടി ക്രൗഡ് ആയിട്ടുള്ള ഏരിയ നോക്കിയാണ് ഇങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ സ്ഥാപിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ പൈസ ഏത് ഐറ്റംസ് ആണോ വേണ്ടതെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക, ആ പൈസ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മെഷീനിൽ നിന്നും ആ സാധനങ്ങൾ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കയ്യിൽ കിട്ടും. അപ്പൊ അവിടെ ഇതൊരു ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള മെഷീനാണ്, ഇലക്ട്രോണിക് മെഷീനാണ്. അപ്പൊ അത് ഇങ്ങനെ എന്താണോ തിരക്കുള്ള ഇതുപോലെ കാഷ്വാലിറ്റി ബ്ലോക്കിലോ അല്ലെങ്കിൽ OPD ബ്ലോക്കിലൊക്കെയാണ് കൂടുതലായിട്ടും ഇങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ കാണുന്നത് കേട്ടോ. അവിടെ ടീയോ സ്നാക്സോ കോഫിയൊക്കെ അങ്ങനെയുള്ള കൂൾ ഡ്രിങ്ക്സ് പോലെയുള്ള കൂൾഡ്രിങ്ക്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ കണ്ടിട്ടുണ്ടോ വെൻഡിങ് മെഷീൻസ്? ഇനി കണ്ടിട്ടില്ലെങ്കിൽ ഇനി ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന ഒരു സാഹചര്യമൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ. കാരണം നിങ്ങളിപ്പോ ഇതൊക്കെ പഠിക്കുമ്പോ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാത്തതായിട്ടൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ഇനി പോകുന്ന സമയത്ത് പോവാണ്ടിരിക്കട്ടെ, എന്നാലും പോകുന്ന സമയം ഇനി പോകാൻ പറ്റാണെന്നുള്ള സന്ദർഭങ്ങളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ, മോണിറ്റർ ചെയ്യണം നിങ്ങള്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ, ഇതൊക്കെ ഇന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഒരു ഡോഡിയുള്ളൂ, അത് 4 എണ്ണം ഉണ്ട്. ഈ 4ാമത്തെ ഒന്ന് നമുക്ക് ഫിനിഷ് ചെയ്യാം. 4th വൺ ആണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന് പറയുന്നത് ഇവിടെയും ഡയറ്റീഷ്യന്റെ റോളുകളാണ് കേട്ടോ 4 എണ്ണം പറഞ്ഞത്. നെക്സ്റ്റ് നോക്കി, ഹോസ്പിറ്റൽ സ്റ്റാഫ് സച്ചാസ് ആർക്കൊക്കെയാണ് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളായിട്ടുള്ള നേഴ്സസിന്, അതുപോലെ നേഴ്സിംഗ് എയ്ഡ്സ്. ആരാണ് നേഴ്സിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത്? നേഴ്സിംഗ് എയ്ഡ്സ് ആരാ? നേഴ്സിംഗ് എയ്ഡ്സ് നേഴ്സസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ളവരോ ആരെങ്കിലും ഉണ്ടോ? അതെ, നേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നവര് അസിസ്റ്റന്റ് നേഴ്സസ് എന്ന് പറയും നമ്മള്. അപ്പൊ നേഴ്സസിനെ അസിസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവരാണ് നേഴ്സിംഗ് എയ്ഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റെസിഡൻസ്, അവിടെ താമസിക്കുന്നവര്. അതുപോലെ തന്നെ ടെക്നീഷ്യൻസ്, ആരെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു ലാബുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ഉണ്ടാവുമല്ലോ, അപ്പൊ അവര്. അതുപോലെ കുക്കുകള്, അവിടെ വർക്ക് ചെയ്യുന്ന കുക്കുകള്, ഈ ഒരു ഡയറ്ററി സർവീസ് അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന കുക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരൊക്കെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് മറ്റ് റെസിഡൻസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്ത് ചെയ്യണം? കുഡ് ബി എഡ്യൂക്കേറ്റഡ് അല്ലെ. അവിടെ വരുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, അവിടെയുള്ള സ്റ്റാഫുകൾ ആയിക്കോട്ടെ, അവർക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഡയറ്റുമായി ബന്ധപ്പെട്ട് അവർ എന്ത് ചെയ്യണം? എഡ്യൂക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബോധവൽക്കരണം നൽകണം. എന്തിനൊക്കെ ബേസിസിലാണ്? കൺസിഡറിംഗ് ടൈപ്പ് ഓഫ് ഫുഡ്സ് അല്ലെ, പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ എങ്ങനെയാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് കാണും കേട്ടോ. അവിടെ നിന്നാണ് കിടക്കുന്നത്, അത് ഡയറ്റ് എന്നാണ്. അപ്പൊ ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ഒരു സമീകൃത ആഹാരം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം. അതുപോലെ ഓരോ ഭക്ഷണത്തിന്റെയും പദാർത്ഥങ്ങളുടെയും കലോറിക് വാല്യൂ എന്താണ് എന്നതുപോലെയുള്ള ഭക്ഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്താണ് ഒരു ഡയറ്റ്. ഒരു ഡയറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു പേഷ്യൻസുമായി ബന്ധപ്പെട്ട് ഇടപെടുന്നവരാണ്. അപ്പൊ അവരുമായി ബന്ധപ്പെട്ട് പേഷ്യൻസ് ഇങ്ങനെ ഒരു ഡയറ്റ് ആണെങ്കിൽ പ്രിപ്പയർ ചെയ്ത് അവര് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്, അതുപോലെ അവർക്ക് അതുപോലെ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരും അറിഞ്ഞിരിക്കണം. അപ്പൊ ഓരോ ഭക്ഷണങ്ങളിലും ഉൾപ്പെടുത്തുന്ന പലതരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അത് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് തരുന്നത്, അതുപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമീകൃത ആഹാരം എന്താണ്, അതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്, അതുപോലെ കലോറിക് വാല്യൂ, ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളുടെയും കലോറിക് വാല്യൂ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു എഡ്യൂക്കേഷൻസ് ആർക്ക് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കും മറ്റുള്ളവർക്കും ഇവിടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വഴി എന്ത് ചെയ്യണം? എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങൾ നൽകണം. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഡയറ്റീഷ്യൻസ് ആണത് നൽകേണ്ടത്. നെക്സ്റ്റ് നോക്കി, ദ ഡിപ്പാർട്ട്മെന്റ് ക്യാൻ ഹാവ് ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാംസ് ഫോർ ദി സ്റ്റാഫ്. ഇനി ഈ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ
അതിനുള്ളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, അതാണ് ഇൻ സർവീസ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ വർക്ക് ചെയ്യുന്ന അവർക്ക് എന്ത് ചെയ്യണം, ടീച്ചിങ് പ്രോഗ്രാമുകൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകണം. ഓരോ ഡയറ്റ് പ്ലാനുകളും ഓരോ പേഷ്യൻസിനും എങ്ങനെ മോണിറ്റർ ചെയ്ത് ഓരോ ഡയറ്റ് പ്ലാനുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് നൽകേണ്ടത്, അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണ്, അതുപോലെ എന്തൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടത്, ഇനി അവിടുത്തെ കലോറിക് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അവർ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അതുപോലെ ഓരോ ഭക്ഷണങ്ങളും പ്രിപ്പയർ ചെയ്യേണ്ടത് അതിൻ്റെതായ കറക്റ്റ് റെസിപ്പീസിനനുസരിച്ചായിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ടീച്ചിങ് പ്രോഗ്രാമുകൾ അവിടെ ഈ ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് നൽകേണ്ടതും ആരാണ് നൽകേണ്ടത്? ആരുടെ റോളാണ് നമ്മൾ പറയുന്നത്? ഡയറ്റീഷ്യന്റെ റോളാണ് കേട്ടോ. അപ്പൊ 4 എണ്ണമാണ് ഡയറ്റീഷ്യന്റെ റോൾസ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ പറഞ്ഞേക്കാം ഇൻപേഷ്യന്റ് കാറ്ററിംഗ് പറഞ്ഞു. ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് വരുന്നത്. ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുമ്പോഴോ അവിടെ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളായിട്ടാണ് സേവനം നൽകുന്നത്. ഡയറ്റ് കൗൺസിലിംഗുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ആർക്കാണ്? അവിടെ ക്ലിനിഷ്യൻസ് അല്ലെങ്കിൽ ഫിസിഷ്യൻസിൽ നിന്നും റെഫർ ചെയ്ത് വരുന്ന പേഷ്യൻസിന് അവരുടെ ആ രോഗാവസ്ഥയുമായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, ഡയറ്റ് പ്ലാനുകൾ പ്രിപ്പയർ ചെയ്ത് നൽകും. നെക്സ്റ്റ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ വരുമ്പോൾ എന്താണ്? സ്റ്റാഫ് ക്യാൻറ്റീൻ പോലെയുള്ള സേവനമാണ് ഇതിൽ വരുന്നത്. ഇപ്പൊ സ്റ്റാഫുകൾക്കോ അല്ലെങ്കിൽ വരുന്ന വിസിറ്റേഴ്സ് അല്ലെങ്കിൽ സന്ദർശകർക്ക് അല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സിനൊക്കെ ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെ. മീറ്റ്സ് ഉണ്ടാവും, ടീയോ സ്നാക്സോ കോൾഡ് ഡ്രിങ്ക്സ് മുതലായ എല്ലാ ഭക്ഷണങ്ങളും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് എഡ്യൂക്കേഷൻ ട്രെയിനിങ് ആൻഡ് റിസർച്ച് വരുന്നത്. അവിടെ എന്താണ്? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് ആയിക്കോട്ടെ, ആ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ആയിക്കോട്ടെ, അവർക്ക് എന്താണ് എഡ്യൂക്കേഷൻസും ട്രെയിനിങ്ങുകളും ഒക്കെ നടത്താനായിട്ടുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതുമായി ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് അതൊക്കെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? ഡയറ്റീഷ്യന്റെ റോളിൽ വരുന്നതാണ്. അപ്പൊ 4 കംപ്ലീറ്റ് ക്ലിയർ ആയോ? വേഗം ഒന്ന് വായിച്ചു നോക്കി. ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയണോ അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം കേട്ടോ. വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. പക്ഷെ 1, 2, 3 പേജൊക്കെ ഉണ്ടാവുള്ളൂ. 3 പേജൊക്കെ ഉള്ളൂ. നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാസ് കൂടി ആണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ചെറിയ ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും ഈ റോൾ ഓഫ് ഡയറ്റീഷ്യൻസിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അതുപോലെ സ്റ്റാർട്ടിംഗിൽ നിന്ന് വരാറുണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡയറ്റ്സിൽ അതിൽ ഓരോ ഡയറ്റും ഏത് ഡയറ്റ് ആണെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പൊ ഡയബറ്റിക് പേഷ്യൻസ് യൂസ് ചെയ്യുന്ന ഡയറ്റ് ഏതാണ്, അതുപോലെ എന്താണ് ഹൈ ബി പി ഉള്ള പേഷ്യൻസ് യൂസ് ചെയ്യുന്ന ഡയറ്റ് ഏതാണ്, അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലം ആയിട്ടുള്ളവർ കഴിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള ഡയറ്റ് ഏതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. പിന്നെ എന്താണ് ഒരു ഡയറ്റീഷ്യൻ എന്താണെന്ന് ചോദിക്കാറുണ്ടെങ്കിൽ അത് ആരാണ്, ആ ഒരു തന്നിട്ട് അത് ആരെ ഉദ്ദേശിച്ചുള്ളതാണ്. ഒബ്ജക്റ്റീവ്സ് വരാറുണ്ട് കേട്ടോ. ഒബ്ജക്റ്റീവിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ വരാറുണ്ട്. അതുപോലെ ഒരു ഹെൽത്തി ഡയറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഫംഗ്ഷൻസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഫംഗ്ഷൻസും അതുപോലെ പ്രോബ്ലം സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഇൻക്ലൂഡ് അല്ലാത്തത് എന്നൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾ വേഗം ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിച്ചു കേട്ടോ ഇന്നത്തെ ക്ലാസ്സില്. ക്ലിയർ ആയോ? ഇന്നെടുത്തത് ആർക്കും ഡൗട്ട്സ് ഇല്ല? ക്ലിയർ ആണ് മിസ്. ഓക്കെ. അപ്പൊ ഞാൻ വൈൻഡ് ചെയ്തോട്ടെ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും ആ ഫസ്റ്റ് തുടങ്ങി ഇവിടെ വിട്ടത് വരെ ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം.